السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ ആശയം നാം മനസ്സിലാക്കുകയുണ്ടായി. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഹിദായത്ത് ചോദിക്കുകയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങളെ നേരായ വഴിയിലൂടെ നടത്തണമേ, ഞങ്ങൾക്ക് നേരായ വഴി നീ കാണിച്ചു തരണമേ. പരിശുദ്ധ ഖുർആൻ ആ നേരായ വഴിയാണ്. എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മനുഷ്യൻ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, എന്തൊക്കെ നിയമങ്ങളാണ് അവൻ പാലിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ചെയ്യാൻ പാടില്ലാത്തത്, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നീട് നാം കാണുന്ന സൂറത്തുൽ ബഖറയാണ്. ഈ സൂറത്തിൻ്റെ ഓർഡർ, അതിൻ്റെ ക്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലുമല്ല. ഖുർആൻ ക്രോഡീകരിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് മറുപടി പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഖുർആനിലെ സൂറത്തുകളുടെയൊക്കെ സ്ഥാനം നിർണയിച്ചത്. ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹ ആയിക്കോട്ടെ, രണ്ടാമത്തെ സൂറത്തുൽ ബഖറ ആയിക്കോട്ടെ, മൂന്നാമത്തെ സൂറത്തു ആലു ഇമ്രാൻ ആയിക്കോട്ടെ, ഇങ്ങനെ സൂറത്തുകളുടെ ക്രമവും അതിൻ്റെ പേരുകളുമൊക്കെ നിശ്ചയിച്ചത് ഖുർആൻ ക്രോഡീകരിച്ച അല്ലെങ്കിൽ ഖുർആൻ ഗ്രന്ഥരൂപത്തിലാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ അദ്ദേഹത്തിൻ്റെ സമകാലീനരോ ആണ് എന്ന് നമ്മൾ ധരിക്കരുത്. ഖുർആനിൻ്റെ സൂറത്തുകളുടെ ആയത്തുകളുടെ സ്ഥാനം നിർണയിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലുമല്ല, അല്ലാഹുവാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് അത് ഏതാണ്, എവിടെയാണ് വെക്കേണ്ടത് എന്ന കാര്യം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു കൊടുക്കുകയുമായിരുന്നു. ഇന്ന് നമുക്ക് സൂറത്തുൽ ബഖറയുടെ ഒരു ആമുഖമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയുടെ ആയത്തുകളിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച മുതൽ കടക്കാവുന്നതാണ്. സൂറത്തുൽ ബഖറയുടെ സവിശേഷതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഹദീസുകൾ സഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ കാണാം. പല സൂറത്തുകളുടെയും ഫളായിലുകൾ വ്യക്തമാക്കുന്ന ഹദീസുകളിൽ പലതും അതീവ ദുർബലങ്ങളാണ്. പക്ഷേ സൂറത്തുൽ ബഖറയുടെ സവിശേഷത വ്യക്തമാക്കുന്ന ഹദീസുകൾ സഹീഹായി തന്നെ ഇമാം മുസ്ലിം, ഇമാം തിർമിദി തുടങ്ങിയ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ ഏറ്റവും വലിയ സവിശേഷത, ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ സൂറത്തുൽ ബഖറയാണ് ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്.
പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ദൈർഘ്യമേറിയ സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറയിൽ തന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആയത്തുമുള്ളത്. ആയത്തുദ്ദൈൻ, കടത്തിൻ്റെ പണമിടപാടുകളുടെ കാര്യം വിശദീകരിക്കുന്ന ആ ആയത്താണ് ആയത്തുദ്ദൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് മുസ്ഹഫ് മറിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും, ഒരു പേജിലധികം വരുന്ന ഒരൊറ്റ ആയത്ത്. 286 ആയത്തുകളുണ്ട് സൂറത്തുൽ ബഖറക്ക്. അതാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്. മറ്റൊരു സവിശേഷത ഈ സൂറത്തിലാണ് അഅ്ലമു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും വിശിഷ്ടമായ ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയത്തുൽ കുർസി ഉള്ളത്. മിക്കവാറും ആളുകൾക്ക് ആയത്തുൽ കുർസി അറിയാം. ആയത്തുൽ കുർസി കാണാതെ പഠിച്ചിട്ടില്ലെങ്കിൽ അത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആയത്തുൽ കുർസി, അഫ്ളലു ആയത്തിൻ ഫിൽ ഖുർആൻ എന്ന് പറയുന്ന ആയത്തുൽ കുർസി, അതും സൂറത്തുൽ ബഖറയിലാണ്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ സൂറത്തുൽ ബഖറക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ചെകുത്താൻ ഓടും. വേറെ ചില റിപ്പോർട്ടിൽ യഫിറു എന്നുണ്ട്, പേടിച്ചോടും. ഇപ്പോൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ചെകുത്താൻ പേടിച്ചോടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്ന വേറൊരു കാര്യം, ഹദീസ് എങ്ങനെ തുടങ്ങുന്നത്? നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. വീടുകളെ ഖബറുകളാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലാരെങ്കിലും മരിച്ചിടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മരിച്ചാൽ നിങ്ങൾ വീട്ടിൽ കുഴിച്ചു മൂടരുത് എന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഹദീസിൽ പിന്നീട് റസൂൽ വിശദീകരിക്കുകയാണ്. ഖബറിടത്തിൽ എന്താണ്? ഖബറിടത്തിൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, എന്താണ്? ശ്മശാന മൂകത. ഖബറിടത്തിൽ ആരും സംസാരിക്കില്ല, എല്ലാവരും മിണ്ടാതിരിക്കും, ഇങ്ങനെ മൂകമായി. ഖബറിടത്തിലല്ല, ഖബറിടത്തിൽ ഖുർആൻ പാരായണവും ഉണ്ടാവുകയില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ വീടുകളെ ഖബറിടമാക്കരുത്, അവിടെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ അവിടെ നിന്ന് പിശാച് ഓടിപ്പോകും. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തജ്അലു ബുയൂതകും മഖാബിറ വ ഇന്നൽ ബൈത്തല്ലദീ തുഖറഉ ഫീഹിൽ ബഖറതു ലാ യദ്ഖുലുഹു ശൈത്താൻ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിലേക്ക് ചെകുത്താൻ കടക്കൂല. പിള്ള ചെകുത്താൻ ഓടിപ്പോകും, വേറൊരു ചെകുത്താന്മാർ അങ്ങോട്ട് കിടക്കൂല. അതുകൊണ്ട് സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്തോളൂ എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. വേറെ ഒരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇഖ്റഉ സൂറത്തുൽ ബഖറത ഫഇൻ അഖദഹാ ബറക, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തോളൂ, അത് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, ബർക്കത്തുണ്ടാവും. വതറകഹാ ഹസറ, നിങ്ങളത് ഓതാതിരുന്നാൽ, അതിനെ ഉപയോഗപ്പെടുത്താതിരുന്നാൽ അത് നഷ്ടമാണ്, നിങ്ങൾക്ക് ദുഃഖമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. വേറെ ചില ഹദീസുകളിൽ, അത്രത്തോളം പ്രബലമല്ലെങ്കിലും വേറെ ചില ഹദീസുകളിൽ, തഅല്ലമു സൂറത്തുൽ ബഖറ വ ആല ഇംറാൻ ഫഇന്നഹുമാ അസ്സഹ്റാവാൻ യുളില്ലാനി സാഹിബഹുമാ യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമത്താൻ. നിങ്ങൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇംറാനും പാരായണം ചെയ്തോളൂ, അത് മക്കളെ പഠിപ്പിച്ചോളൂ, കാരണം ഫഇന്നഹുമാ അസ്സഹ്റാവാൻ, അത് രണ്ട് തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. നാളെ പരലോകത്ത് തണലിടുന്ന തരത്തിലുള്ള രണ്ട് നക്ഷത്രങ്ങളാണ്.
ഈ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും. സൂറത്തുൽ ബഖറയുടെയും സൂറത്തു ആലു ഇമ്രാൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പേരെന്താണെന്ന് ചോദിച്ചാൽ അസ്സഹ്റാവാൻ, 2 തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ സൂറത്തുൽ ബഖറയുടെ സവിശേഷതകൾ പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതാനും ചില സാമ്പിളുകളായുള്ള ചില ഹദീസുകൾ ഇമാം മുസ്ലിമും ഇമാം തിർമിദിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളാണ് ഞാനീ പറഞ്ഞത്. ഇനി ഈ സൂറത്തുൽ ബഖറ, ബഖറ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 2ാമത്തെ സൂറത്തിന് പേരിട്ടിരിക്കുന്നത് പശു എന്നാണ്. എന്താ ഈ പശു? പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളുടെ നാമകരണത്തിന് ചില സവിശേഷതകളുണ്ട്. മറ്റ് ഗ്രന്ഥങ്ങൾ പോലുള്ള ഒരു ഗ്രന്ഥമല്ല ഇത്. അതുകൊണ്ട് തന്നെ മറ്റു ഗ്രന്ഥങ്ങളിലെ അധ്യായങ്ങൾക്കുള്ള തലക്കെട്ടുകൾ പോലെ നിങ്ങൾ ഇതിലെ അധ്യായങ്ങളുടെ തലക്കെട്ടുകളെ കാണാൻ പാടില്ല. ഇതിലെ അധ്യായങ്ങളുടെ തലക്കെട്ടുകൾക്ക് ചില സവിശേഷതകളുണ്ട്. അത് ആ പറയുന്ന തലക്കെട്ടുകളിൽ പറയുന്ന പേര് വിശദീകരിക്കാനോ അതിൻ്റെ സവിശേഷതകൾ പറയാനോ അല്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സൂറത്തുൽ ബഖറ അധ്യായം 2 പശു. ഒരു പുസ്തകം എടുത്തിട്ട് നമ്മൾ തുറക്കുകയാണ്, അധ്യായം 2 പശു. എന്താ നമ്മൾ മനസ്സിലാക്കുക? പശുവൊക്കെ എവിടെ ഉണ്ടാവുക, എത്ര നല്ല പശുക്കളുണ്ട്, എത്ര തരം പശുക്കളുണ്ട്, എവിടെ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, അതിനെങ്ങനെയാണ്, പശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ആ അധ്യായത്തിൽ ഉണ്ടാവുക. പക്ഷെ ഖുർആനിൽ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സൂറത്തുൽ ബഖറയിൽ പശുവിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിയരോട് പശുവിനെ അറുക്കാൻ പറയുന്ന സംഭവത്തിൻ്റെ ആ ഒരു സംഭവത്തിൽ ആ ഒരു പേരെടുത്തിട്ട് തലക്കെട്ടിട്ടു എന്നേ ഉള്ളൂ. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പല തലക്കെട്ടും കാണാം. തേനീച്ച എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്തുണ്ട്, സൂറത്തുൻ നഹൽ. ഉറുമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തുണ്ട്, സൂറത്തുൻ നംൽ. ആന എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫീൽ. ഇങ്ങനെ പല പല ജീവികളുടെ പേര്, സസ്യങ്ങളുടെ പേര്, തലമുറകളുടെ പേര്, സംഭവത്തിൻ്റെ പേര്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഖുർആനിൽ അധ്യായത്തിന് പേരിട്ടതിന് ഇത്രേ അർത്ഥമുള്ളൂ. ഓരോ അധ്യായത്തെയും വേർതിരിച്ചറിയാം. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? അത് സൂറത്തുൽ ഫീലിലാണ്. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? അത് സൂറത്തുൽ ബഖറയിലാണ്. അപ്പോൾ ഓരോ സൂറത്തിനെയും വേർതിരിച്ചറിയാനുള്ള ഒരു നാമം എന്നതല്ലാതെ ഈ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളോ അതിൻ്റെ വിശദീകരണങ്ങളോ ഈ സൂറത്തുകളിൽ അല്ലെങ്കിൽ അധ്യായങ്ങളിൽ നമുക്ക് കാണുക സാധ്യമല്ല എന്ന് പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുക. അൽ അങ്കബൂത്ത് എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. എന്താ അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ? 8 കാലി എന്നാണ്. 8 കാലിയെക്കുറിച്ച് വിശദീകരിക്കാനല്ല ആ സൂറത്ത്. ഈ പറഞ്ഞതുപോലെ 8 കാലിയെക്കുറിച്ചൊരു പരാമർശം ആ സൂറത്തിലുണ്ട്. ഇങ്ങനെ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ടായി കൊടുക്കുക എന്നതാണ് പൊതുവെ ഈ നാമകരണം ചെയ്യുന്നതിൻ്റെ രീതി. അതല്ലാത്ത വളരെ ചുരുക്കം സൂറത്തുകളും ഉണ്ട്. ഇത് മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഈ സൂറത്ത് മദനിയാണ്. ഇതിലെ മിക്കവാറും ആയത്തുകൾ, അധിക ആയത്തുകൾ മദനിയാണ്. വളരെ ചുരുക്കം ചില ആയത്തുകൾ മക്കിയാണ് എന്ന അഭിപ്രായവുമുണ്ട്. മക്കി മദനി എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടത് മക്കി എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടത് മദനി എന്നും പറയുന്നു. എവിടെ വെച്ച് അവതരിപ്പിച്ചു എന്നത് ഇതിന് പ്രസക്തമല്ല. ഏത് കാലത്ത് അവതരിപ്പിച്ചു എന്നതാണ് ഇതിന് പ്രസക്തം. ഉദാഹരണം പറയുകയാണെങ്കിൽ മക്കയിൽ വെച്ചാണ് സൂറത്തുൽ മാഇദയിലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പ്രമുഖരായ മുഫസ്സിറുകളൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ ആ ആയത്ത് മദനിയാണ്. അവതരിപ്പിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിൽ മക്കയിൽ വെച്ചാണെങ്കിലും ആ ആയത്ത് ഹിജറക്ക് ശേഷമായതുകൊണ്ട് മദനി എന്നാണ് അറിയപ്പെടുക. ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളും ഹിജറക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ:
ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട മക്കി സൂറകളിൽ അല്ലെങ്കിൽ മക്കി ആയത്തുകളിൽ പ്രധാനമായും വിശ്വാസ കാര്യങ്ങളായിരിക്കും ഊന്നുക, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. എന്നാൽ ഇതിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട, ഹിജ്റക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട മദനി സൂറത്തുകളിൽ അല്ലെങ്കിൽ ആയത്തുകളിൽ അത് ദീർഘങ്ങളായ ആയത്തുകളായിരിക്കും. അതോടൊപ്പം തന്നെ നിയമകാര്യങ്ങൾ അല്ലെങ്കിൽ നിയമനിർദ്ദേശങ്ങൾ, കുടുംബപരം, വ്യക്തിപരം, സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിലുള്ള നിയമങ്ങൾ പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള ആയത്തുകളായിരിക്കും, സൂറത്തുകളായിരിക്കും ഈ മദനി സൂറത്തുകൾ എന്ന് മനസ്സിലാക്കുക. സൂറത്തുൽ ബഖറ മദനിയാണ്. മദനി എന്ന് പറയുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് ഇതിലെ മിക്ക ആയത്തുകളും. എന്നാൽ അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദനി കാലഘട്ടത്തിൽ അവസാന കാലത്ത് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളും ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ, ഇതിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ പ്രധാനമായും സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, സത്യനിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, സത്യനിഷേധികളിൽ തന്നെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുശ്രിക്കുകളെയും മുനാഫിക്കുകളെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യമായി സംസാരിക്കുന്നത് സൂറത്തുൽ ബഖറയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൊല്ലമാണ് മക്കയിൽ പ്രബോധനം നടത്തിയത്? എത്ര കൊല്ലം? 13 കൊല്ലം. മദീനയിൽ 10 കൊല്ലം. അങ്ങനെ 23 കൊല്ലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം നടത്തി. പരിശുദ്ധ ഖുർആനിൻ്റെ വലിയ ഒരു ഭാഗം അവിടെ വെച്ച് അവതരിപ്പിക്കപ്പെട്ടു. പക്ഷെ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടില്ല. അപ്പം യാ അയ്യുഹല്ലദീന ആമനു എന്ന് അള്ളാഹു ആദ്യമായി വിളിക്കുന്നത് സൂറത്തുൽ ബഖറയിലാണ്. അതെന്തുകൊണ്ടാണ്? അപ്പോഴാണ് മുസ്ലിം സമൂഹം ഒരു രാജ്യമായത്, ഒരു രാഷ്ട്രമായത്, ഒരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. അതിനു മുമ്പ് മക്കയിൽ 13 വർഷവും ഒരു സമൂഹമായി ജീവിക്കുവാനോ സാമൂഹ്യമായ കാര്യങ്ങൾ അവർക്ക് നടപ്പിലാക്കുവാനോ സാധിക്കുമായിരുന്നില്ല. എന്തിനധികം മക്കയിൽ പള്ളി ഉണ്ടായിരുന്നു. പള്ളി പോലും ഉണ്ടാകുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി ഉണ്ടാക്കുന്ന ആദ്യത്തെ പള്ളി ഉണ്ടാക്കുന്നത് എവിടെയാണ്? ഖുബയിലാണ്. മദീനക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഖുബ. ഉംറക്കും ഹജ്ജിനൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം. മദീനത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്ന ഒരു പള്ളിയുണ്ട്, മസ്ജിദ് ഖുബ എന്ന പേരിൽ അറിയാം. അതാണ് നബി ആദ്യം ഉണ്ടാക്കിയ പള്ളി. പിന്നെ മദീനത്ത് വന്നിട്ട് മസ്ജിദുൻ നബവി ഉണ്ടാക്കി. പള്ളി പോലും 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമസ്കരിക്കാനുള്ള ഒരു ആരാധനാലയം. നബി ഇമാമ്, ബാക്കിയുള്ള ആളുകളൊക്കെ മൗമൂമിങ്ങൾ, നബി നേതാവ്, ബാക്കിയുള്ള ആളുകളൊക്കെ അനുയായികളായിട്ട് ഒരു ആരാധനാ സംവിധാനം പോലും ഉണ്ടാകുന്നത് 10-13 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സമൂഹത്തെയും അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിക്കുന്നത്. സത്യവിശ്വാസികളുടെ സമൂഹമേ എന്നർത്ഥം. സൂറത്തുൽ ബഖറയിൽ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ തന്നെ പോയാൽ കാലാവസ്ഥയിലുള്ള വ്യത്യാസം കാണാം, മനുഷ്യരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം കാണാം, അതൊക്കെ എപ്പോഴും കാണാം. മദീന എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫലഭൂയിഷ്ടമാണ്, പ്രകൃതി രമണീയമാണ്. മദീനയിലെ കാരക്ക എന്ന് പറയുന്നത് വിശിഷ്ടമായ കാരക്കയാണ്. ഇതിനൊക്കെ പുറമെ മദീന എന്ന് പറയുന്ന സ്ഥലത്ത് പ്രധാനമായും ഉണ്ടായിരുന്നത് ജൂതഗോത്രങ്ങളും അറബി ഗോത്രങ്ങളുമായിരുന്നു. ഇനി നമ്മൾ സൂറത്തുൽ ബഖറ പഠിക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥ അറിയാതിരുന്നാൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മദീനയിലെ ജനസമൂഹം എന്ന് പറയുന്നത് പ്രധാനമായും ജൂതഗോത്രങ്ങളും അറബ് ഗോത്രങ്ങളുമായിരുന്നു. ജൂതഗോത്രങ്ങൾ അവിടെ കുടിയേറിയതാണ്, പക്ഷേ അവർ വളരെ തന്ത്രപരമായി അറബികളുടെ കൃഷിസ്ഥലങ്ങളൊക്കെ കൈക്കലാക്കി. അറബികൾക്ക് വലിയ വിവരവും ധാരണയും ഇല്ലാത്തവരായതുകൊണ്ട്
ഈ അഹ്ലി കിതാബ് എന്ന് പറയുന്ന ഈ ജൂതന്മാർ വിവരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും കിതാബിൻ്റെയും ആളുകളായതുകൊണ്ട് പാവങ്ങളായ അറബികൾ അവർ പലപ്പോഴും ഈ ജൂതന്മാർ അവരെ പറ്റിച്ചു. അങ്ങനെയാണത്രേ അവർ മദീനയുടെ മിക്ക ഭാഗങ്ങളിലും ഫലഭൂയിഷ്ടമായ കൃഷിഭൂമികളൊക്കെ ജൂതന്മാർ കൈക്കലാക്കി. എന്നിരുന്നാലും മദീനയിലെ ബനൂ ഖുറൈള, ബനൂ നളീർ തുടങ്ങിയ ഗോത്രങ്ങൾ, ജൂതഗോത്രങ്ങളൊക്കെ മദീനയിലുണ്ടായിരുന്ന ഗോത്രങ്ങളാണ്. മദീനയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട അറബ് ഗോത്രങ്ങളാണ് ഔസും ഹസ്റജും. അപ്പോൾ അറബ് ഗോത്രങ്ങളും ജൂതഗോത്രങ്ങളും കൂടിയ ഒരു സമൂഹമായിരുന്നു മദീനയിലുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മദീനയിലേക്ക് വരുമ്പോൾ മക്കയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമൂഹത്തെയാണ് നബി അഡ്രസ്സ് ചെയ്യുന്നത്. മക്കയിൽ മുശ്രിക്കുകളായിരുന്നു, ഇവിടെ അഹ്ലി കിതാബാണ് പ്രധാനപ്പെട്ട ഒരു വിഭാഗം. മക്കയിലെ മുശ്രിക്കുകളും ഇവിടുത്തെ അഹ്ലി കിതാബും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മക്കയിലെ മുശ്രിക്കുകൾക്ക് അവർക്ക് വിവരമുണ്ടായിരുന്നില്ല, വിജ്ഞാനമുണ്ടായിരുന്നില്ല, പ്രവാചകന്മാരെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് മാ ഉന്ദിറ ആബാഉഹും, ഏതാ സുഹൃത്ത്? യാസീൻ. അവർക്ക് അവരുടെ പിതാക്കന്മാരിൽ ആരും പ്രവാചകന്മാർ വന്നിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 മക്കൾ. മൂത്ത മകൻ ഇസ്മായിൽ, രണ്ടാമത്തെ മകൻ ഇസ്ഹാക്ക്. ഇസ്മായിൽ വരുന്നത് മക്കയിൽ, ഇസ്ഹാക്ക് അവിടെ തന്നെ ഫലസ്തീനിൽ. നമുക്കെല്ലാവർക്കും അറിയാം ഇസ്ഹാക്ക് നബിൻ്റെ മകൻ്റെ പേരെന്താ? ആർക്കും അറിയില്ലേ? ഇസ്ഹാക്ക് നബിയുടെ മകൻ്റെ പേര്, യൂസുഫ് നബിൻ്റെ ഉപ്പാൻ്റെ പേര് എന്നങ്ങനെ യാക്കൂബ്. ഇസ്ഹാക്ക് നബിൻ്റെ മകൻ യാക്കൂബ്, യാക്കൂബ് നബിൻ്റെ മകൻ യൂസുഫ്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇസ്മായിൽ നബിൻ്റെ മകൻ്റെ പേര് ആർക്കെങ്കിലും അറിയോ? ഇസ്മായിൽ നബിൻ്റെ മകൻ്റെ പേര് ആർക്കും അറിയില്ല. ഇസ്മായിൽ നബിൻ്റെ മക്കളുടെ പരമ്പര പിന്നെ എങ്ങനെ വന്നിട്ട് പിന്നെ അവരുടെ കൂട്ടത്തിലൊരു പ്രവാചകൻ ഉണ്ടാകുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇപ്പുറത്ത് ഇബ്രാഹിം നബിയുടെ ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യൂസുഫ് നബിൻ്റെ 12 മക്കളിൽ ഇങ്ങനെ പിന്നെ പ്രവാചകന്മാരുടെ ഒരു പരമ്പര തന്നെയാണ്. കാനത്ത് ബനൂ ഇസ്രായേൽ തസൂസുഹുമുൽ അംബിയ കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബി. എല്ലാ കാലത്തും ബനൂ ഇസ്രായേലിൽ ഒരു പ്രവാചകന്മാരായിരുന്നു. ഒരാൾ മരിച്ചാൽ വേറൊരാൾ മരിച്ചാൽ അയാൾ, അങ്ങനെ പിന്നാലെ പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പുറത്ത് മുശ്രിക്കുകളുടെ കാര്യം എടുത്ത് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഖുറൈശികളുടെ കാര്യം എടുത്ത് ആലോചിച്ച് നോക്കിയാൽ, ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയുടെ ആലോചിച്ച് നോക്കിയാൽ, ഇസ്മായിൽ നബി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രവാചകൻ വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് വിഷയമല്ലാത്തതുകൊണ്ട് ശരിക്ക് അതൊരു പ്രാർത്ഥനയുടെ ഫലമാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രധാനമായും പ്രാർത്ഥിച്ചത്, അവിടെ ഇസ്മായിലും ഇബ്രാഹിം നബിയും പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. പടച്ചവനെ അവിടെ ഒരു ഉമ്മത്ത് മുസ്ലിമയെ ഉണ്ടാക്കണേ, ഒരു ഉമ്മത്ത് മുസ്ലിമയെ. പിന്നെയുള്ള പ്രാർത്ഥന എന്താണെന്നറിയോ? ഒരു പ്രവാചകനെ അവർക്ക് ഉണ്ടായി കൊടുക്കണേ, ഒറ്റ പ്രവാചകൻ, റസൂലൻ മിൻഹും, ഒറ്റ പ്രവാചകൻ. ആരുടെ പ്രാർത്ഥന? ഇബ്രാഹിം നബിൻ്റെയും ഇസ്മായിൽ നബിൻ്റെയും പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇസ്മായിൽ നബി കഴിഞ്ഞാൽ പിന്നെ ആ സന്താന പരമ്പരയിൽ ഒറ്റ പ്രവാചകന് വന്നിട്ടുള്ളൂ. ഇപ്പുറത്ത് ഇങ്ങനെ കൊലയായിട്ട് പ്രവാചകന്മാരാണ്. ശരി, അപ്പോൾ ആ പ്രവാചകന്മാരുടെ പിന്മുറക്കാരാര്? ജൂതന്മാർ. അവർക്ക് എന്തറിയാം? അവർക്ക് പ്രവാചകന്മാരെ കുറിച്ചറിയാം, അവർക്ക് അള്ളാഹുവിനെ കുറിച്ചറിയാം, അവർക്ക് കിതാബ് അറിയാം, വേദമറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നിട്ട് അഭിസംബോധന ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. മൂസാ നബി അലൈഹി സ്വലാമയുടെ ശരീഅത്ത് അംഗീകരിച്ചിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അംഗീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ജൂതന്മാരെന്നാണ് പറയപ്പെടുന്നത്. പിൽക്കാലത്ത് അവരതിൽ കുറേ മാറ്റത്തിരുത്തലൊക്കെ വരുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും അടിസ്ഥാനപരമായി മുസ്ലിങ്ങളാണ്. അവരുടെ ജീവിത പദ്ധതി എന്ന് പറയുന്നത് ഇസ്ലാമാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരതിൽ പല കൂട്ടിച്ചേർത്തലുകളും നടത്തി. ശരിക്കും പറഞ്ഞാൽ സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത് ബനു ഇസ്രായേലിയർക്കെതിരെയുള്ള ഒരു കുറ്റപത്രമാണ്, ചാർജ് ഷീറ്റ്. യാ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വ അന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. ബനു ഇസ്രായേലിയരെ, നിങ്ങളായിരുന്നില്ലേ ലോകത്തിൻ്റെ നേതാക്കൾ? നിങ്ങൾക്ക് ഞാൻ പ്രവാചകന്മാരെ തന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങളെ തന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്?
അവർ പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരെ ആട്ടി ഓടിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മന്നയും സെൽവിയും കൊടുത്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് പുറങ്കാല് കൊണ്ട് തട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അത് നമുക്ക് അതിലേക്ക് വരാം. വലിയൊരു ചാർജ് ഷീറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല സമർപ്പിക്കുന്നുണ്ട്. കുറ്റപത്രം സമർപ്പിച്ചാൽ പിന്നെന്താ സംഭവിക്കുക? കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചാൽ പിന്നെന്താ കോടതിയിൽ ഉണ്ടാവുക? ശിക്ഷ വിധിക്കും അല്ലേ? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ആദ്യം ബനൂ ഇസ്രായേലിനെതിരെയുള്ള ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നു, പിന്നെ അവർക്ക് ശിക്ഷയും വിധിക്കുന്നു, നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പുതിയൊരു സമൂഹത്തെ അള്ളാഹു അപ്പോയിൻ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഇതിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം ജൂതന്മാരാണ്. അവർ വഴിവഴച്ചുപോയി, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ മൂസാ നബി വന്നതിന് ശേഷം ഒരു 19 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ക്രീമു എന്ന് എഴുതിയ എന്താ? ക്രിസ്തുവിന് മുമ്പ്, അല്ലെങ്കിൽ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 1272 മൂസാ നബി ജനിച്ചത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതോ ക്രിസ്താബ്ദം 610 നബി ജനിക്കുന്നത് 570 അല്ലെങ്കിൽ 71 അഭിപ്രായമുണ്ട്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നത് ക്രിസ്താബ്ദം 610 അഥവാ 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. ഏകദേശം ഒരു 19 നൂറ്റാണ്ട് മൂസാ നബി വന്നതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുമ്പോൾ ഈ പ്രബോധനം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മക്കയിലെ പ്രബോധനം പോലെയല്ല മദീനയിലെ പ്രബോധനം, മക്കയിലെ ഖുർആൻ പോലെയല്ല, അല്ലെങ്കിൽ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആനിക ആയത്തുകൾ പോലെയല്ല മദീനയിൽ അവതരിപ്പിക്കപ്പെടുന്ന ആയത്തുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് വരികയും അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ജനസംഖ്യ 10,000 എന്ന് പറയപ്പെടുന്നു. 10,000. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വരുമ്പോൾ ഏകദേശം 1.5 കൊല്ലം കഴിഞ്ഞ് 2ാമത്തെ കൊല്ലത്തിലാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത് അല്ലേ? ബദർ യുദ്ധം ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ്റിക്കുറുക്കി പെറുക്കിയെടുത്ത ആണുങ്ങൾ എത്രയാളാ? 310 എന്നൊന്നും ഓർമ്മല്ലേ? 313 അല്ലെങ്കിൽ 314 ആളുകളാണ് ആകെ കിട്ടിയത്. ഇനിയിപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവരുടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൂട്ടിയാൽ എത്ര ഉണ്ടാവും? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഉണ്ടായിരുന്ന തുടക്കത്തിൽ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 1000, കുറച്ചും കൂടി കഴിയുമ്പോൾ 2000 വരുന്ന തരത്തിൽ. ബാക്കിയുള്ളതൊക്കെ ജൂതന്മാരും ക്രിസ്ത്യാനികളും, പ്രധാനമായും ജൂതന്മാർ, പിന്നെ മുശ്രിക്കുകളായ മറ്ററബികളുമായിരുന്നു. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, അത്രയുള്ളെങ്കിലും അവരെല്ലാവരും നബിയെ നേതാവായി അംഗീകരിച്ചു. നബി അങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മളെ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ പൂവറിഞ്ഞിട്ട് സ്വീകരിക്കൂല എന്നതുപോലെ മദീനയുടെ തെരുവുകളിൽ ഇങ്ങനെ ആൾക്കാർ പാട്ടും പാടിയിട്ടായിരുന്നു നബിയെ സ്വീകരിച്ചിരുന്നത്. അപ്പം മദീനയിൽ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടൈറ്റിലിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ, ഖുർആനിൻ്റെ ശൈലിയിലൊക്കെ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. മദീനയിലുണ്ടായിരുന്ന ഒരു പുതിയ വിഭാഗവും കൂടിയുണ്ട്, അത് മുനാഫിക്കുകളായിരുന്നു. മക്കയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല, കാര്യമായിട്ടുണ്ടായിരുന്നില്ല. എന്താ ഈ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ? മനസ്സിൽ നിഫാക്കുള്ളവർ, കപട വിശ്വാസികൾ. പുറത്തേക്ക് ഞാൻ മുസ്ലിമാന്ന് പറയും, ഉള്ളിൽ കാഫറാണ്. ഇതാണ് മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരു വിഭാഗം മദീനയിലുണ്ടായിരുന്നു. കാരണം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരിയാണ്. അധികാരമുള്ളിടത്താണല്ലോ ഇപ്പോൾ നിഫാക്ക് വേണ്ടത്. അല്ലാതെ മക്കയിൽ ഒരാൾ ഞാനും മുസ്ലിമാണ്, ഞാനും മോമിനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ പുറത്ത് കുറച്ച് അടി കൂടുതൽ കിട്ടുന്നല്ലാതെ വേറെന്താ ഒരു മെച്ചമല്ല. പക്ഷെ മദീനയിൽ അങ്ങനെയല്ല. മദീനയിലെ രാജാവ്, മദീനയിലെ നേതാവ്, മദീനയിലെ ഭരണാധികാരി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ ഞാനും മുഹമ്മദ് നബിൻ്റെ ആളാന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തടഞ്ഞേക്കാം. ചുരുങ്ങിയ പക്ഷം ആളുകൾ ഉപദ്രവിക്കുന്നതിൽ നിന്നെങ്കിലും രക്ഷപ്പെട്ടേക്കാം. അതുകൊണ്ടൊക്കെ തന്നെ മുനാഫിക്കുകൾ പള്ളിയിലെ 1ാമത്തെ സഫിലായിരുന്നു അത്രേ. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ പ്രധാനപ്പെട്ട പണി 1ാമത്തെ സഫിലിരിക്കുക. നബി വരുന്നതിന് മുമ്പ് നബിനെക്കുറിച്ച് ഉറുദി പറയാമെന്നറിയാം. ഞങ്ങളവിടെയൊക്കെ വയലു പറയാം, നബിനെക്കുറിച്ച് പോരിശ പറയാം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി. അപ്പോൾ മുനാഫിക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗവും മദീനയിൽ ഉടലെടുത്തു.
അപ്പോൾ മദീനയിൽ പ്രധാനമായും രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുഅ്മിനുകൾ, പിന്നെ കാഫിറുകൾ. കാഫിറുകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് അഹ്ലു കിതാബ്, രണ്ട് മുനാഫിക്കുകൾ, മൂന്ന് ബനു ഇസ്രായേൽ മുശ്രിക്കുകൾ. ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ശരിക്കും പറഞ്ഞാൽ സൂറത്തുൽ ബഖറ അഭിസംബോധന ചെയ്യുന്നത് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, അഹ്ലു കിതാബിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ മുനാഫിക്കുകളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 വിഭാഗത്തെ, സത്യവിശ്വാസികൾ, മുനാഫിക്കുകൾ, അഹ്ലു കിതാബ്, മുശ്രിക്കുകൾ, ഇങ്ങനെ 4 വിഭാഗത്തെ ഈ സൂറത്തുൽ ബഖറയിൽ അഭിസംബോധന ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അള്ളാഹ് എന്താണ് ഈ വിഭാഗത്തോടൊക്കെ അള്ളാഹുവിന് പറയാനുള്ളത് എന്ന് നമുക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളായി, ഓരോ ഖണ്ഡികകളായി നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.